ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയുന്നത് മാരുതി സുസുക്കി ഒമിനിയാണ്, MPV വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദൂരം ഓടി കഴിയുമ്പോഴത്തേക്ക് വണ്ടിയിൽ നിന്ന് ഒരു കരിഞ്ഞ സ്മെല്ല് വരുന്നുണ്ട്. അതായത് കസ്റ്റമർ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എടുക്കുന്ന സമയത്ത് ആ ഒരു കരിഞ്ഞ സ്മെല്ലൊന്നുമില്ല. ഒരു കുറച്ച് ദൂരം ചിലപ്പോൾ ഒരു 5 കിലോമീറ്ററോ അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 10 കിലോമീറ്ററൊക്കെ കഴിയുന്ന സമയത്ത് ഒരു കരിഞ്ഞ സ്മെല്ല്, അതായത് ഓയിൽ കത്തിയ പോലുള്ള ഒരു കരിഞ്ഞ സ്മെല്ല് നല്ല രീതിയിൽ വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. ചെറിയ രീതിയിലുള്ള പുകയും കാണിക്കുന്നുണ്ടെന്നാണ് കസ്റ്റമർ കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശത്തോട്ടൊന്ന് പോയി നോക്കാം. ഇപ്പോൾ വണ്ടിയുടെ അടിവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തൊക്കെ ഓയിൽ വന്ന് ലീക്ക് ആയിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒറ്റി നല്ല രീതിയിൽ ഇങ്ങനെ ഓയിൽ ഒറ്റി വന്ന് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇത് എഞ്ചിൻ ഓയിലാണ്, അതായത് ബ്ലാക്ക് കളറിൽ വരുന്നത് എഞ്ചിൻ ഓയിൽ ഇങ്ങനെ ഒറ്റി വന്ന് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഓയിൽ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഓയിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഓയിൽ ഒഴുകി കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൈലൻസറിൻ്റെ ഭാഗത്തോട്ടൊക്കെ ഓയിൽ വന്ന് കിടപ്പുണ്ട്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒറ്റിയ പാടും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മുകളിലോട്ട് നോക്കിയാൽ ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ ഇങ്ങനെ ഓയിൽ വന്ന് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകൾ വശത്ത് പോയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഭാഗത്ത് ആ സൈലൻസറിൻ്റെ ഭാഗത്തൊക്കെ ഓയിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നതൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ദൂരം ഓടി കഴിയുമ്പോഴാണ് ഈ കരിഞ്ഞ സ്മെല്ല് നല്ല രീതിയിൽ വരുന്നത്. കാരണം മീൻസ് സൈലൻസർ ചൂടാകുമ്പോഴത്തേക്ക് സൈലൻസറിലോട്ട് ഓയിൽ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ സൈലൻസർ ചൂടാകുമ്പോൾ ഓയിൽ കത്തുന്ന സ്മെല്ലാണ്, ആ ഒരു കരിഞ്ഞ സ്മെല്ല് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിൽ നോക്കാം. വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ സീറ്റ് തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഓയിൽ ഒലിച്ച് താഴോട്ട് വന്ന് കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ടൊക്കെ ഓയിൽ വന്ന് നിൽപ്പുണ്ട്, താഴോട്ടൊക്കെ ഓയിൽ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ ഈ കരിഞ്ഞ സ്മെല്ല് വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സൈലൻസറിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ സൈലൻസറിൻ്റെ ഭാഗത്ത് ഓയിൽ വന്ന് നിൽക്കുന്നത്, ഈ ഭാഗത്തോട്ട് ഓയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എക്സോസ്റ്റ് സൈഡാണ്, ഇതിൻ്റെ താഴോട്ട് ഇതിൻ്റെ എക്സോസ്റ്റ് സൈഡാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒലിച്ച് കിടപ്പുണ്ട്. താഴോട്ട് നോക്കിയാൽ മനസ്സിലാവും. ആ ഓയിലാണ് നമ്മൾ താഴോട്ട് കിടക്കുന്നത്. അതായത് ഈ ഓയിൽ നേരെ താഴോട്ട് ഒഴിച്ച് ഇതെല്ലാം ചൂടാവുന്ന പാർട്സാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എക്സോസ്റ്റ് മാനിഫോൾഡാണ് വരുന്നത്. ഇത് ബാക്കി അങ്ങോട്ട് സൈലൻസറിൻ്റെ ഭാഗമാണ് വരുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചൂടാവുന്നതാണ്. അപ്പോൾ ഓടുന്ന സമയത്ത് ഓയിൽ ഈ ഭാഗത്തുനിന്ന് ലീക്കാവുന്നു. ഈ ഭാഗം മീൻസ് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഈ ഭാഗം മീൻസ് ഇതിൻ്റെ വാൽവ് ഡോർ പാക്കിംഗ് ആണ്. ഇതാണ് ഇതിൻ്റെ വാൽവ് ഡോർ വരുന്നത്. വാൽവ് ഡോറിൻ്റെ പാക്കിങ് പോയിട്ട് ഇതിനകത്ത് കൂടെ ഓയിൽ ഇങ്ങനെ താഴോട്ട് ഒലിച്ച് നേരെ സൈലൻസറിൽ ആ ഭാഗത്തോട്ടൊക്കെ വീഴുകയാണ്. അപ്പോൾ സൈലൻസർ വണ്ടി സ്റ്റാർട്ടായി ചൂടായി കഴിയുമ്പോഴത്തേക്ക് സൈലൻസർ നല്ല രീതിയിൽ ചൂടാവും. നല്ല രീതിയിൽ ചൂടാവുമ്പോൾ ആ ഒരു ഓയിൽ കത്തുന്ന സ്മെല്ല് കിട്ടും. അതുപോലെ കൂടാതെ ഒരു പുക ഇങ്ങനെ നമുക്ക് വരുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാൽഗോർ പാക്കിങ് നമുക്ക് മാറേണ്ടതായിട്ട്, അപ്പോൾ എങ്ങനെയാണ് വാൽഗോർ പാക്കിങ് നമുക്ക് മാറേണ്ടതായിട്ട് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ വാൽഗോർ അഴിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1, 2, 3, 4 ബോൾട്ട് ഉണ്ട്. ആ 4 ബോൾട്ട് അഴിച്ചിട്ട് ഈ ഒരു ഹോസിൻ്റെ കണക്ഷനോട് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാൽവ് ഡോർ സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അതിന് മുമ്പേ ഇവിടുത്തെ ആ ഒരു കണക്ഷനോടൊന്ന് വിടിച്ച് വെക്കുക. കേബിളിന്, അതായത് ഹൈടെൻഷൻ കേബിളിൻ്റെ കണക്ഷനോടൊന്ന് വിടിച്ച് വെക്കുക. ഈ വിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോസിൻ്റെ കണക്ഷനും അതുപോലെ തന്നെ 1, 2, 3, 4 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ വാൽവ് ഡോർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്കിത് ഊരിയെടുക്കാം. നമ്മളിപ്പോൾ ഈ 4 ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊരിയെടുക്കണമെന്നില്ല. ഈ ബോൾട്ട് മുകളിലോട്ട് ഈ ബോൾട്ട് ഊരിയെടുക്കണമെന്നില്ല. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ലീക്കായ പാടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതായത് ഇതാണ് ഇതിൻ്റെ വാൽവ് കവർ പാക്കിങ് വരുന്നത്. ഇതാണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ വാൽവ് കവർ പാക്കിങ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് മാറേണ്ടത്. അതായത് ഇത് കുറേ കാലം പഴക്കം കൊണ്ട് ഈ വാൽവ് പാക്കിങ് ഹാർഡ് ആവുന്നത് കൊണ്ടാണ് ഈ ഒരു ലീക്ക് വരുന്നത്. കാരണം ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഈ പാക്കിങ്ങിൽ ഓയിൽ വന്നിട്ടുണ്ട്. ഈ പാക്കിങ്ങിൽ ഓയിൽ വന്നിട്ടുണ്ട് മീൻസ് ഇത് ഇവിടുന്നോട്ട് താഴോട്ട് ഒലിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സൈഡും ഓയിൽ വന്നിട്ടുണ്ട്. ഈ സൈഡ് വലുതായിട്ടുള്ള ഓയിൽ വന്നിട്ടുണ്ട് മീൻസ് ഇത് മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്ന ഭാഗമായിട്ടാണ്. അത് കാരണം എഞ്ചിൻ ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ ഭാഗത്ത് വലിയ ഒരു ഓയിൽ വരാത്തത്. ഇത് താഴോട്ട് ഇരിക്കുന്ന ഭാഗമായതുകൊണ്ടാണ് ഓയിൽ താഴോട്ട് ഇറങ്ങുന്നത്. അതായത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഓയിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മീൻസ് ഇവിടുന്ന് ഓയിൽ നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഓയിൽ വരാത്തതിൻ്റെ കാരണം ഇതിങ്ങനെ ചരിഞ്ഞ് ആണ്, ഇതിൻ്റെ ഒമിനിയുടെ എഞ്ചിൻ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് ഈ താഴോട്ട് ഓയിൽ കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാക്കിങ് ചിരണ്ടി കളഞ്ഞിട്ട് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്കിത് പുതിയ പാക്കിങ് ഇട്ട് സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഈ പാക്കിംഗ് ആണ് ചിരണ്ടി എടുക്കേണ്ടത്.
ജസ്റ്റ് ഒരു ആക്സൽ ബ്ലേഡിൻ്റെ പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പാക്കിങ് ഇടുമ്പോഴും ഒരു പ്രത്യേകതയുണ്ട്. കാരണം നമുക്ക് ഈ പാക്കിങ് വരുന്നത് ഈ വളവൊന്നും ഈ പാക്കിങ്ങിൽ കാണില്ല. അപ്പോൾ അത് നമുക്ക് ഒട്ടിച്ച് വെച്ചിട്ട് വേണം ഈ പാക്കിങ് ഇടാനായിട്ട്. 800 അതുപോലെ തന്നെ ഒമിനി ആ എഞ്ചിൻ വരുന്നതിനെല്ലാം ഇങ്ങനെ വേണം പാക്കിങ് ഇടാനായിട്ട്. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ട് ചിരണ്ടി കളയുമ്പോൾ പശ തേച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടായിരിക്കും ഇത് ചിരണ്ടി കളയാനായിട്ട്. നല്ല രീതിയിൽ ഹാർഡായിട്ട് ഇരിക്കുന്നതുകൊണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പാക്കിങ് ഫുള്ളായിട്ട് ചിരണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് എടുക്കാം. ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് നമുക്ക് പാക്കിങ് എടുത്തിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ വാൽവ് ഡോർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ചിരണ്ടി കളഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഇതിൻ്റെ പശയും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുതിയ വാൽവ് ഡോർ പാക്കിങ് വരുന്നത്. അപ്പോൾ ഇതിനൊരു പൊസിഷൻ ഉണ്ട്. നമ്മൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ബെൻഡും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് നിൽക്കില്ല. അപ്പോൾ ഇതിനൊരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിൽ തന്നെ കറക്റ്റായിട്ട് കയറ്റിയിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ലീക്ക് ആവാനുള്ള ചാൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. ഈ ബെൻഡ് നോക്കിയാൽ മനസ്സിലായി. ഇവിടെ കുറഞ്ഞ ബെൻഡ്, അതായത് ഈ ബെൻഡ് ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സീറ്റായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ബെൻഡ് നമ്മൾ നോക്കുമ്പോൾ ഇതിന് നീളം കറക്റ്റായിട്ട് വരില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത്. ഇതിൻ്റെ ഒരു പൊസിഷനുണ്ട്. ആ പൊസിഷനിലാണ് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനകത്ത് പശ തേർത്ത് ഫിറ്റ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇത് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഈ വാൽവ് ഡോർ ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ബെൻഡുണ്ട്, അതുപോലെ തന്നെ ഇവിടെയും ബെൻഡുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ ഹെഡിലോട്ട് വാൽവ് ഡോർ വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇത് കറക്റ്റായിട്ട് ഇരിക്കത്തില്ല. ഇതൊന്നും ഇതിൻ്റെ മണ്ടക്കോട്ട് പോകും, അല്ലെങ്കിൽ ഇതിൻ്റെ താഴോട്ട് വരും, ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ ലീക്ക് വരാതിരിക്കാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് പശ ചേർത്തിട്ട് കറക്റ്റ് ഇതേപോലെ ഒട്ടിച്ച് എടുക്കണം. ഒരു സൈഡ് മാത്രം, അതായത് ഈ സൈഡ് മാത്രം ഒട്ടിച്ചെടുക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒരു ശകലം പശ ഇതിൽ തേച്ച് കൊടുക്കുക. ഈ സൈഡിൽ ഒരു ശകലം പശ ഇങ്ങനെ തേച്ച് വിടുക. എന്നിട്ട് അത്രയും ഭാഗം കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുക്കുക. അതായത് ഈ ഒരു ബെൻഡൂടെ കിട്ടത്തക്ക രീതിയിൽ കൊടുക്കുക. എന്നിട്ട് അതേ പൊസിഷനിൽ തന്നെ ഇത് കയറ്റി വെക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇത്രയും ഭാഗം കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ വുഡ് ഫില്ലാകുമ്പോൾ കറക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ച് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗം കറക്റ്റായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇനി ബാക്കിയുള്ള ഭാഗം ഇത്രയും റൗണ്ട് വരെ നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുക. ഒത്തിരി പശ തേക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന രീതിയിൽ തന്നെ തേച്ചെടുക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് മുട്ടിച്ച് വെക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിച്ചെടുക്കുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, അതൊന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട്. ഈ ഭാഗങ്ങളൊക്കെ ക്ലിയറായിട്ട് ഒട്ടിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഒട്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നേരെ വെക്കുമ്പോൾ ഈ ബെൻഡ് കറക്റ്റ് ആവാതെ വരും. ലാസ്റ്റ് ഓയിൽ ലീക്കാവുന്ന നല്ല രീതിയിൽ ലീക്കാവാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാകും. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മടങ്ങി പോകും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെൻഡാണ് ക്ലിയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഭാഗത്ത് അതായത് ഇത് ഒട്ടാൻ വേണ്ടി മാത്രമുള്ള പശ തേച്ച് വിടുക. അപ്പോൾ ഈ ബെൻഡ് വരെ നമുക്കിപ്പോൾ കിട്ടണം. ഇപ്പോൾ തേച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെൻഡ് ഇവിടെ ക്ലിയർ ചെയ്തിട്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് ബെൻഡ് ചെയ്തിട്ട് ഇതിനെ താഴോട്ട് പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ കറക്റ്റായിട്ട് ബെൻഡ് ക്ലിയറായിട്ട് ഒട്ടിയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഒട്ടുന്നോളം വരെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. കാരണം ഇതിന് പകരം നമുക്ക് റെക്സിൻ ഒട്ടിക്കുന്ന പശ വെച്ച് നമുക്ക് ചെയ്യാനായിട്ട്. റെക്സിൻ ഒട്ടിക്കുന്ന പശ ആകുമ്പോൾ ഇച്ചിരൂടെ ടൈം എടുക്കും നമ്മൾ ഒട്ടിച്ച് എടുക്കാനായിട്ട്. SRൻ്റെ പശ വെച്ച് നമുക്ക് ഇത് ഒട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും ഭാഗം ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഒട്ടിച്ച് ക്ലിയറാക്കി എടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഈ ബെൻഡൊക്കെ കറക്റ്റായിട്ട്, അതേപോലെ തന്നെ ഇവിടെ വരുന്ന കർവും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ബോണ്ട് തേക്കേണ്ടതായിട്ടുണ്ട്. ബോണ്ട് തേച്ചിട്ട് വാൽവ് വയർ നമുക്ക് ഫിറ്റ് ചെയ്യണം. അതുപോലെ വാൽവ് വയർ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 4 ബോൾട്ടിന് ടൈറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു റബ്ബർ ടൈപ്പ് പാക്കിംഗ് അല്ല വരുന്നത്.
അപ്പോൾ ഇത് പെട്ടെന്ന് നടന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒടിച്ചു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും. അങ്ങനത്തെ ഒരു പാക്കിംഗ് ആണ് ഇതിൻ്റെ വാൽവ് ഡോറിന് വരുന്നത്. അപ്പോൾ പ്ലാസ്റ്റിക് ടൈപ്പ് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് ഒരിക്കലും ഈ 4 ബോൾട്ടും ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകും. ഇതിന് ക്രാക്ക് വീണ് കഴിഞ്ഞാൽ ഓയിലിലേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്, പ്രത്യേകിച്ച് 800 ഒമിനി പോലുള്ള വണ്ടികളിൽ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് ബോണ്ട് തേച്ച് വിടാം. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ബോണ്ട് തേച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വാൽവ് ഡോർ ഫിറ്റ് ചെയ്യാം. ഈ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്തില്ലെങ്കിൽ ആ ബോണ്ട് കറക്റ്റായിട്ട് ഒട്ടില്ല, പിന്നെയും ലീക്കും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇനി നമുക്ക് വാൽവ് ഡോർ ഫിറ്റ് ചെയ്യാം. നമ്മൾ വാൽവ് ഡോർ ഫിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഈ ബോൾട്ടുകൾ താഴോട്ട് ശകലം ഇറക്കി വെക്കുക. കാരണം നമ്മൾ അങ്ങോട്ട് തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ താഴോട്ട് ഇറക്കി വെക്കുക. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഫിറ്റ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് ഇതിൽ കയറ്റി വെക്കുക. കറക്റ്റായിട്ട് കയറ്റി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ നട്ടും കറക്റ്റായിട്ട് ഇടുക. ഇത് 4 ടൈറ്റ് ചെയ്ത് വെക്കുക. അതായത് ഓവർ ടൈറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാക്കിങ് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ടൈറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ ടൈറ്റ് മീൻസ് ഒരു ലെവൽ ടൈറ്റ് ആണ്. ഓവർ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ക്ലിപ്പും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോഡ് വെയറിൻ്റെ ആ കണക്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കണക്ഷൻസ് മീൻസ് അതിൻ്റെ ഒരു പാത്ത് വരുന്നത് ഇതിലോട്ടാണ് വരുന്നത്. കാരണം അത് കറക്റ്റായിട്ട് കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഡ് വെയർ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓടുന്ന സമയത്തൊക്കെ വൈബ്രേഷൻ വരുമ്പോൾ കോഡ് വെയർ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളുണ്ട്. ഇത് കറക്റ്റായിട്ട് കൊടുത്തില്ല. കാരണം കോഡ് വെയർ എവിടെയെങ്കിലും പോയി ഇടിച്ചിട്ട് കോഡ് വെയർ പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക മെയിനായിട്ട്. അപ്പോൾ വാൽവ് പാക്കിംഗ് എങ്ങനെയാണ് മാറുന്നതെന്നാണ് ആ ലീക്കിന്, അതായത് കരിഞ്ഞ മണം വരുന്നത് കൂടുതലായിട്ടും 800 അതുപോലെ തന്നെ ഒമിനി ഈ 2 വണ്ടികളിൽ വാൽവ് പാക്കിംഗ് പോയി കഴിഞ്ഞാൽ നേരെ സൈലൻസറിലോട്ട് പോയിട്ട് നേരെ അവിടെ പോയിട്ട് കത്തിയിട്ട് കരിഞ്ഞ സ്മെല്ല് വരും. അതുപോലെ തന്നെ നമുക്ക് പുക വരുന്നതായിട്ടൊക്കെയുള്ള ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം സൈലൻസർ തൊട്ടടുത്ത് ഇരിക്കുന്നതുകൊണ്ട് നേരെ താഴോട്ടാണ് ഓയിൽ പോകുന്നത് വാൽവ് പാക്കിംഗ് പോയി കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഒമിനിയിൽ ചരിഞ്ഞ എഞ്ചിൻ ഇരിക്കുന്നതുകൊണ്ട് നേരെ സൈലൻസറിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മേളിൽ നമ്മൾ നോക്കുമ്പോൾ ലീക്കോ കാര്യങ്ങളൊന്നും വലുതായിട്ട് കണ്ടില്ലെങ്കിലും താഴെ ലീക്ക് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഈ വാൽവ് പാക്കിംഗ് പോയി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ മാരുതി സുസുക്കി ഒമിനിയുടെ കരിഞ്ഞ സ്മെല്ല്, അതുപോലെ തന്നെ ഓയിൽ ലീക്കിൻ്റെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പുക വരുന്നതിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.